മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയിൽ ഇ ഡി നടപടി നിയമവിരുദ്ധവും വസ്തുതാവിരുദ്ധവുമാണ് എന്നാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇ ഡിയുടെ നോട്ടീസെന്ന് കിഫ്ബി പറയുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അഹമ്മദ് മുസ്തബ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുസ്തബ, എന്താണ് ഇ ഡിയുടെ ഈ കാര്യത്തിലെ വിശദീകരണം? നിഷാദ്, ഇപ്പോൾ ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറലും ഇ ഡിയുടെ ഭാഗമായി കേന്ദ്രത്തിന്റെ ഭാഗമായി അഡീഷണൽ സോളിസിറ്റർ ജനറലും വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വാദമാണ് പ്രധാനമായും പുരോഗമിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ ഹർജിയിൽ പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഹർജിക്ക് അത്തരമൊരു ലക്ഷ്യമുണ്ട്. ഇ ഡി നോട്ടീസിന് അത്തരമൊരു ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നോട്ടീസാണെന്നാണ് കിഫ്ബി ഇതിനകത്ത് പ്രത്യേകമായി തന്നെ പറയുന്നത്. പ്രത്യേകിച്ചൊരു കാര്യം, ഇ ഡി ചൂണ്ടിക്കാണിച്ച ഈ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് വികസന പദ്ധതികൾക്കായി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയാണ്. സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. അത് ബന്ധപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന രൂപത്തിലാണത് ചെയ്തിട്ടുള്ളത്. അത്തരമൊരു ഇടപാടിൽ കിഫ്ബിക്ക് ഒരു റോളുമില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ അങ്ങനെ വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമോ കച്ചവടമോ അല്ല എന്നുകൂടി കിഫ്ബി ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇ ഡി നടപടി നിയമവിരുദ്ധമാണ്, നിയമപരമായി നിലനിൽക്കില്ല. പ്രത്യേകിച്ച് കിഫ്ബി ഒരു ഭരണഘടനാ സ്ഥാപനം, ഈ നിയമ നടപടിക്രമങ്ങൾ പാലിച്ച് റിസർവ് ബാങ്കിന്റെ ഗൈഡ്ലൈൻസ് ഉൾപ്പെടെ പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. മാത്രമല്ല, ആരോപണം തന്നെ വസ്തുതാ വിരുദ്ധമാണെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പോയിന്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഹർജി ഇപ്പോൾ ഹൈക്കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നിഷാദ്, ശരി.